ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ട് പണിക്കാക്കിയതാണ്. 2 ദിവസം നിന്നിട്ടേ അയാളുടെ മുഖത്തേക്ക് സവാളയുടെ തൊണ്ടൊക്കെ വാരിട്ടിട്ട് പോന്നു കടയിലെ ആളിന്റെ അടുത്ത്. അപ്പൊ പിന്നെ നമ്മുടെ ആങ്ങളൊക്കെ കൂടെ അതിന്റെ നാണക്കേടല്ലേ, എല്ലാം അറിയാം. പക്ഷെ നമ്മളിപ്പോ നമ്മള് പറയുമ്പോൾ ആ അക്ഷരങ്ങൾ തീർത്ത് എത്തിക്കൂല, അത്രേ ഉള്ളു കുഴപ്പം. അത് ഞാൻ നേരത്തെ മുതലേ പറയും. ഇയാൾക്ക് സംസാരിക്കുന്നതിന് വന്ന് നമ്മൾ കാണാൻ വന്നപ്പോഴും പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇയാൾ സംസാരിച്ചില്ല. എന്നിട്ട് നമ്മുടെ അയലോക്കത്തെ ചെക്കനാണ് വന്നിട്ട് പറഞ്ഞേ ബ്രോക്കറാണ്, എന്ത് ചോദിച്ചാലും ബ്രോക്കറെ മറുപടി പറയുള്ളൂ. ഇതുവരെയും അങ്ങനെയുള്ള പരിപാടിക്ക് പോയിട്ടില്ല. ഞങ്ങൾ രാജ്യം വിട്ട് നാട് വിട്ട് പോയിക്കോളാം. ഞാൻ അവിടെ നിന്ന് ഒരു പാക്കറ്റ് ഒരു ടിന്നി കോമളം മേടിച്ചിട്ട് അതും എടുത്ത് അവർ ദൂരോട്ട് കളഞ്ഞു. പിന്നെ എന്നിട്ട് പിന്നെ നമുക്ക് മനസ്സിന് മടിയായി, പിന്നെ പോകാൻ കഴിയലെന്നായി. ഇതൊന്നുള്ള സംഭവം അപ്പൊ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വന്നിട്ടില്ല വീട്ടിലേക്ക്. നമ്മൾ കല്യാണം ചെയ്ത് വീട്ടിലൊരു മരുമകളെ കൊണ്ടുവന്ന ആ മരുമകൾ മാത്രം കട്ടിലേക്ക് കിടക്കും, എൻ്റെ മകനെ കട്ടിലേക്ക് കിടത്തിയല്ല. നേരം വെളുത്ത് വരുമ്പോഴത്തേന് അന്ന് ചെറിയ പെരയാണ്, മണ്ണിലാണ്. ചോദിച്ചു നോക്കാം ആളിനോട്. ഇവനൊരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എന്നെ ഒറ്റ ദിവസം സുജ കട്ടിലേക്ക് കിടത്തണില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടാ കാര്യമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മക്ക് സംസാരിക്കേയില്ല, ചെവിയും കേൾക്കൂല. എൻ്റെ അമ്മക്ക് ജന്മനാ ഉള്ളതാണ്. അങ്ങനെ എന്നാലും അമ്മ പണിക്ക് പോയിട്ടാണ് പിന്നെ ഞങ്ങള് ഇപ്പൊ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴും അച്ഛനെ ഞാൻ എതിർക്കുമ്പോ അച്ഛൻ ചോദിക്കണേ എന്തെന്നാണ്, എന്റെ ഭർത്താവ് നിന്നെ അങ്ങനെ ചെയ്യാറില്ലേന്ന്. ഇതൊക്കെയാണ് അച്ഛന്റെ വായിന്ന് വരുന്ന വാക്കുകൾ. ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല? അതൊന്നും പറഞ്ഞിട്ടുണ്ട്. ഇവൻ ചെല്ലാതെ ഇരിക്കുമ്പോഴത്തേനും സുജ വല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് വിളിച്ചിട്ട് പറയും, ഒന്നിലൊക്കെ ഉച്ചയ്ക്കായിരിക്കും വിളിക്കും, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും. കുട്ടഞ്ചേട്ടനോടൊന്ന് വരാൻ പറയാം, കുട്ടാന്ന് ഞങ്ങൾ വിളിക്കണത്. കുട്ടഞ്ചേട്ടനോടൊന്ന് വരാൻ പറയും. വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചു പറയും, ഇന്ന് വരട്ടോ നാളെ വന്നാൽ മതി. അപ്പം അതിനകത്ത് എന്തെങ്കിലും വിഷയമില്ല. എന്തെങ്കിലും അതിനകത്തൊരു വ്യത്യാസം കാണുന്നുണ്ട്. അത് കാരണം ഞാൻ തന്നെയാണ് പറഞ്ഞ അവനോട്, ഞാനല്ലേ വിലയെടുത്ത് പിന്നെ ചോറ് കൊടുത്ത് വളർത്തിയത്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, മാൻ പോകേണ്ട കേട്ടാടാത്ത് വീട്ടിൽ സത്യാവസ്ഥ ഉള്ളതൊക്കെ തീർത്ത് പറയാം. ഒരു പ്രാവശ്യം ആളെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ അന്നൊക്കെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യും. വീട്ടിലേക്ക് വരൂലെന്ന് മാത്രമല്ല, അന്നപ്പോ ഈ അച്ഛൻ എന്നാ പറഞ്ഞതെന്നറിയാം. വിളിച്ചപ്പോ തന്നെ നീ അവിടെ പണി ഒപ്പിച്ച് വെച്ചിട്ട് എന്റെ മോനെ അന്തിറങ്ങാൻ വിളിക്കണേന്ന് ഈ അച്ഛൻ പറഞ്ഞതാണ്. അമ്മ പറയൂ, സംസാരിക്കാൻ പാടില്ല. നമ്മൾ കല്യാണം ചെയ്ത് വീട്ടിലൊരു മരുമകളെ കൊണ്ടുവന്ന ആ മരുമകൾ മാത്രം കട്ടിലേക്ക് കിടക്കും, എൻ്റെ മകനെ കട്ടിലേക്ക് കിടത്തിയല്ല. നേരം വെളുത്ത് വരുമ്പോഴത്തേന് അന്ന് ചെറിയ പെരയാണ്, മണ്ണിലാണ്. ചോദിച്ചു നോക്കാം ആളിനോട്. ഇവനൊരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എന്നെ ഒറ്റ ദിവസം സുജ കട്ടിലേക്ക് കിടത്തണില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടാ കാര്യമെന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല, എന്നെ എന്നും താഴ്ത്താ കിടത്തണമെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ എങ്ങനെ ഇവിടെ ഇത്രയും ആൾക്കാരുടെ മുൻപാകെ പറയുന്ന. അങ്ങനെയുള്ളപ്പോഴത്തേനും നേരത്തെ തന്നെ ആദ്യമേ ഈ കല്യാണം വന്നപ്പോഴത്തേനും മാറിപ്പോയായിരുന്നു. ഇവരെന്തുകൊണ്ടാണ് കല്യാണം 5 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം ഈ പെണ്ണുമ്പുള്ള തന്നെ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ ചെന്നേച്ച് വിളിച്ച് പറഞ്ഞ് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇനി നമുക്ക് ആ കല്യാണം വേണ്ട, അത് മാറിപ്പോയ കല്യാണമാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അതല്ലടി പാവപ്പെട്ട വീട്ടിലൊരു പെങ്കൊച്ചല്ലേ, ഈ മനുഷ്യൻ ഈ മകൻ ഇച്ചിരി കുറവുള്ളത് കൊണ്ട് ഇവളെ ഒരുപാട് സ്നേഹിച്ചു പോയി. അതിന് കേട്ട അവിക്കാതെ ഞങ്ങൾ ഇനി കേൾക്കാനൊന്നുമില്ല. എൻ്റെ മകളെ കെട്ടിച്ച് വിട്ടിട്ട് 16 വർഷമായി. ഒരു ദിവസം എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. ഇപ്പം 100 പ്രാവശ്യം വിളിച്ച അമ്മ ഇതെന്താണ് ഈ കേസെന്ന്. എത്ര പ്രാവശ്യം ഞങ്ങൾ ആ പെണ്ണിനെ വിളിച്ച് ആ പെണ്ണിൻ്റെ എന്താണ് ആ പെണ്ണിൻ്റെ കയ്യിലുള്ള കുഴപ്പങ്ങളെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല സാറന്മാരെ. എനിക്ക് ഇപ്പോഴും ഇതെൻ്റെ മകൾ തന്നെയാണ്. പോരുമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ തള്ളേനെ ഞങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. പഴയതുപോലെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അച്ഛൻ എപ്പോഴും മോളെ കാണണമെന്നും പറഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഈ ഫോണൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അടുത്ത ഒരു മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. ഇവൾ അവിടെ തച്ചനിരിക്കുവാണ്, അച്ഛൻ്റെ ഫോൺ വന്നതും കാത്ത്. അങ്ങനെയൊക്കെയാണ് സാറേ നമ്മളൊരു വീട്ടിൽ ജീവിക്കണം എന്ന്. ഇപ്പോഴും ഞങ്ങൾ വേണമെങ്കിൽ 2 പേരും അവിടുന്ന് മാറിക്കൊടുക്കാം. ഇവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ, ഞങ്ങൾ എവിടെ വേണേലും പോയി ജീവിച്ചോളാം. പെരയും വേണം തിട്ടിട്ടുണ്ട്. എന്നാലും ഇവനുമായിട്ട് കുഞ്ഞുമായിട്ട് എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്. അവർക്ക് ഞങ്ങൾ വേണം മാറി കൊടുക്കാൻ, താമസിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ എവിടെ പോകണമെന്ന് ഇവരറിയണ്ടേ. എന്റെ മകനെ കൊല്ലിക്കരുത്, അവനെ ആയിട്ട് ജീവിച്ചോ. എനിക്ക് ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഇതാണ്.
ഇത് പാഴുകേടിൽ മരിക്കരുത് മരിക്കരുത്. ആ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട്. അങ്ങനെയൊന്നും അല്ല അതിപ്പോ എങ്ങനെയാണ് കസ്റ്റഡിയിൽ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയല്ല. ഞങ്ങൾ മാറാൻ തയ്യാറാ. 5 സെന്റ് ഭൂമി ഞങ്ങൾക്കുണ്ട്, 1 ലക്ഷം രൂപ കടാണ്. അതിൽ 50,000 രൂപ ഗ്രാമസ്വരാജിൽ അടച്ചിട്ടുണ്ട്. ഇനി 50,000 രൂപയായിട്ട് അത് ഇവർ പണിയെടുത്താണ് അടിക്കണതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടേ കൊടുക്കണം. ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് വരുമല്ല. അപ്പൊ അതുപോലെ എൻ്റെ മകൻ്റെ കുഞ്ഞാണെന്നും അതിനെ വളർത്താനും. അല്ല, ഈ 9 വയസ്സ് വരെ നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഈ പെണ്ണിനോടും കൊച്ചിനോടും ആണെങ്കിൽ ആ കൊച്ചിന്റെ ആവശ്യങ്ങൾക്കോ അതിന്റെ പഠിത്തത്തിനോ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് അംഗീകരിക്കണ്ട. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കൊണ്ടുവന്ന സാധനം നിങ്ങളുടേതല്ല, നിങ്ങളുടേതേ അല്ല, ഇവിടുന്ന് പോയപ്പോഴേ കൊണ്ടുപോയതാണെന്ന് നിങ്ങൾ അതാണ് അവരുടെ പിടിവാശി. അതാണ് അവരുടെ പിടിവാശി. ശരിയാണോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അന്നാ ഇപ്പൊ ഇത്ര ഇത് ഉപേക്ഷിച്ച് പോകണമെന്ന് ചേർത്തല കോടതി പറഞ്ഞു, ആലപ്പുഴ കോടതി പറഞ്ഞു. ഞങ്ങൾ പൊയ്ക്കോളാം, ഇവര് വന്ന് സുഖമായിട്ട് ജീവിക്കാൻ. എന്നിട്ട് പോലും ഇത് അംഗീകരിക്കാൻ അതല്ല അമ്മ മാഡം ചോദിച്ചത്. അതായത് അമ്മയോ അച്ഛനോ എപ്പോഴെങ്കിലും ഈ കുട്ടി ഈ മകന്റെ അല്ല എന്ന് ഈ മരുമകളോട് പറയുണ്ടായിട്ടുണ്ടോന്നാണ്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതിന്റെ പിന്നെ മിനി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇവളെ നോക്കിയത്. 7 മാസം പ്രസവത്തിന് കൊണ്ടുപോകണവരെ നമ്മുടെ വീട്ടിൽ വെച്ച് നോക്കിയതാണ്. അപ്പോഴത്തേന് കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് എത്ര തരം പൊടികളാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതെന്ന് പോലും എനിക്കറിയാൻ മേല. ഇങ്ങനെയൊക്കെ നോക്കിയതിൻ്റെ പ്രതിഫലമാണ് തന്തയ്ക്ക് കിട്ടിയ. തന്ത 3 മുട്ട 2 മുട്ട പൊടികളെല്ലാം ഈ മനുഷ്യനാണ്. ചായക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കയറണം, സുജ ഉൾപ്പെടെയാണ് കയറണത്. ഇവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ വേറെ എങ്ങോട്ടുണ്ടാക്കി അച്ഛൻ പറയൂടി കൊച്ചിന് ആരോഗ്യം കിട്ടേണ്ടതല്ലേ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ വന്നതാണ്. ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ ആളിന് ഒരു കുഴപ്പവും ഇല്ല. എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയാം മേലെ. 10-34 ആൾ വന്നാണ് ഇവളെ കൂട്ടിക്കൊണ്ടു പോയത് നമ്മുടെ ചടങ്ങിന്. അതെല്ലാം ഒറ്റയ്ക്കാണ് ഈ ആളുണ്ടാക്കിയത്. ഞങ്ങൾ കുഞ്ഞിനെ നൂല് കെട്ടിയിട്ട് പറഞ്ഞ് കെട്ടിയില്ലെന്ന്. ഞങ്ങൾ കുഞ്ഞിന് സ്വർണത്തിൻ്റെ അരഞ്ഞാണവും തലയിട്ടവരാണ്, രൂപ കൊണ്ടേ കൊടുത്തതാണ്. എൻ്റെ അയൽവാസികളെല്ലാവരും മോതിരം, എൻ്റെ മകള് കൊച്ചിന് ചെയിന്, അനന്തരക്കാറ്റ് തൂക്കനും കമ്മലും എന്തെല്ലാം കൊടുത്താലും ഇവർ കൊടുത്തില്ലെന്ന് മാത്രമാണ് പറയണത്. ഇതൊന്നും ഉണ്ടായ സംഭവമല്ല. ഇവരൊന്നും നമ്മൾ പറയണതല്ല, ഇവർ പറയണ മാത്രം ജയിച്ചു. അങ്ങനെയാണ് ഇവരിപ്പ വരെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ആരെയാണ് ഞങ്ങൾ അല്ല അതല്ല ഇത്ര ഇങ്ങനെ പറയണ നമുക്ക് ചെയ്തിട്ടാണ് പറയണെങ്കിൽ കുഴപ്പമില്ല. സാറ് പറഞ്ഞ പോലെ നമുക്ക് കേൾക്കണ്ടേ, എല്ലാവരുടെ ഭാഗത്തുനിന്നും കേൾക്കണ്ടേ. അത് കേട്ടോ കുഴപ്പമില്ല. നമുക്ക് ചോദിക്കാം. എന്തായാലും അവർ പറയട്ടെ. 1 പവന്റെ അരഞ്ഞാണോ 4 ഗ്രാമിന്റെ പാദസരമാണ് കൊടുത്തത്. അത് ഒരു വണ്ടി ആള് വിളിച്ചാണ് അവരുടെ വീട്ടിൽ ഞങ്ങൾ പേര് പിടിക്കാൻ പോയത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന് നിങ്ങൾ എവിടെ സത്യം ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ സത്യം ചെയ്തതല്ല. ഇതുണ്ടായ സംഭവമാണ്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കഥ. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോ അയാളുടെ മനസ്സിൽ ഭാര്യയും കുഞ്ഞുമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഒരു 3/4 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അയാളൊരു പുരുഷനാണ്, അയാൾക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്, അത്യാവശ്യം അയാൾ നന്നായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ഇവിടെ ഞങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ അയാൾക്ക് കാര്യമായിട്ട് യാതൊരു കുഴപ്പമില്ല. TV വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ച ചുറ്റുപാട് അത്യാവശ്യം സ്കൂളിൽ പോയിട്ടുണ്ട്, പിന്നെ കൂടപ്പുറപ്പുകളുടെയും ബന്ധുക്കളുടെയൊക്കെ സപ്പോർട്ടുണ്ട്. അവർ കുറച്ചുകൂടി ഇപ്പം കുറച്ച് കാര്യപ്രാപ്തിയായിട്ട് സംസാരിക്കേണ്ട അവസ്ഥയിലാണ്. ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് അവർ സംസാരിക്കും. ഇയാൾക്ക് യാതൊരു കുഴപ്പമില്ല. അയാൾ സംസാരിച്ചത് എൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും ഇപ്പം എനിക്ക് പിന്നെ താമസിക്കണം എല്ലാം അയാൾ പറയുന്നുണ്ട്. അച്ഛനും അമ്മയുടെ സ്നേഹമുണ്ട്, അച്ഛൻ്റെ ഒപ്പമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അത്രയും ദൂരെ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചും എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി അവിടെ വെച്ച് ചെയ്യാം. അല്ല അവരുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ട. ഇപ്പൊ അവിടെ വീട്ടിൽ താമസിക്കോ ഇവിടെ താമസിക്കോ, അവര് തങ്ങളിൽ ഒരുമിച്ച് താമസിക്കുക. അവിടെ ഇപ്പൊ നിങ്ങൾ പറയുന്നു അവരുടെ വീട്ടിൽ താമസിക്കണ്ടെന്ന്, അതുപോലെ നിങ്ങളുമായിട്ട് താമസിക്കാൻ അവരുടെ വീട്ടിലുള്ളവർക്ക് വിശ്വാസമില്ല. നിങ്ങളുമായിട്ട് എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടല്ല, നിങ്ങളുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വാക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ അഭിമാനമുള്ളവർ എന്ത് ചെയ്യണം? അരുതാത്ത ഒരു വാക്ക്. അച്ഛന്റെ സ്ഥാനമാണ് അമ്മായി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് ഒരു കാലഘട്ടമേ ഉള്ളൂ അച്ഛൻ്റെ അമ്മയുടെ കൂടെ. പിന്നെ അമ്മയായ അമ്മായി അമ്മയും അമ്മായി അച്ഛനും അങ്ങോട്ടാണ് അവരുടെ ജീവിതം. പിന്നെ അവളുടെ പരമ്പരയും തലമുറയൊക്കെ അവിടെയാണ്. അവൾക്ക് പിന്നെ അവളുടെ വീടെന്ന് പറയുന്ന ഗസ്റ്റിന്റെ കൂട്ട് വന്നിട്ട് പോവുക. അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാനും എന്തും പറയാനും ഭർത്താവിന്റെ വീട്ടുകാർക്കാണ് അധികാരം. അല്ലാതെ അവളുടെ വീട്ടുകാർക്ക് ചുമ്മാ കുറേയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് വെറുതെ നിൽക്കാം, അല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നാട്ടു നടപ്പില്ല. പക്ഷേ അവിടെ അവൾക്ക് രക്ഷയില്ല. മാനസികമായിട്ട് ആ കുട്ടി കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ അവൾ സെക്യൂർഡ് അല്ല, ഞാൻ സുരക്ഷിതയല്ല ഇവിടെ എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ നമ്മളിനി ഏത് കോടതിക്ക് വേണ്ടി അവരുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് ജയിക്കാൻ പറഞ്ഞാലും ഈശ്വരന്റെ മുമ്പിൽ ഒരു സത്യമുണ്ട്. മാനസികമായിട്ട് ആ കുട്ടിക്കവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം. ഒരു പെൺകുട്ടിയും അവളുടെ അഭിമാനത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംഗതി വെറുതെ പറയില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം. എന്നാൽ ഭർത്താവ്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞു അയാൾക്ക് മാനസികമായിട്ട് കുഴപ്പമുണ്ടെന്നൊക്കെ,
നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഏത് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിച്ചാലും അതൊക്കെ വെറുതെ വിലപ്പോകത്തില്ല. കാരണം ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും പേർക്ക് മനസ്സിലാക്കി യാതൊരു മാനസിക പ്രശ്നവുമില്ല. അയാൾ മണിമണിയായിട്ട് കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പറയുന്നുണ്ട്. പിന്നെ അത്ര സ്പീഡായിട്ട് സംസാരിക്കുന്നില്ല. അയാൾ കുറച്ച് ആലോചിച്ചിട്ട് എന്താ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതേ ഉള്ളൂ. അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇയാൾ നേരത്തെ മനോരോഗിയാണെന്നെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് ആ കാര്യം പറയാതെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വെക്കുന്ന വലിയ മഹാപാപമല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ മകനാണ് ആവശ്യം, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുപോയി, അടുത്ത അറ്റാക്ക് വരുമ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ ആൾ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിക്കണ്ടായിരുന്നല്ലോ. മോനെ ഒറ്റയ്ക്ക് അങ്ങ് നിർത്തിയിരുന്ന എത്ര വലിയ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ ലോൺ എടുത്ത് വീട് വെച്ച് ഭാര്യയും ഭർത്താവും കൂടെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുന്നു, തൃപ്പൂണിത്തുറ ലോട്ടറി ടിക്കറ്റും വിറ്റ് ഈ മോനെയും കൊണ്ട് ഇങ്ങനെ നടന്നിരുന്നുണ്ടെങ്കിൽ ആർക്ക് എന്ത് വലിയ ഒരു പെൺകുട്ടി അച്ഛനില്ലാതെ ഇങ്ങനെ വളരണമെന്നുള്ള വിധി വരുമായിരുന്നു? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? അമ്മ കരയുന്നു, അച്ഛൻ ന്യായം പറയുന്നു, ഒക്കെ കൊള്ളാം. ഈ ഒരു ന്യായം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ശാഖയും നിങ്ങളുടെ ആൾക്കാരും ഒക്കെ അവരൊക്കെ കേൾക്കാൻ പറയും. അവർക്കൊക്കെ അറിയാം ഇത്. നമുക്ക് കുറവുള്ള ഒരു മകനാണുള്ളത്, അവനെ കെട്ടിക്കാൻ കൊള്ളത്തില്ല. ഞാൻ തന്നെ എൻ്റെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചാൽ മാത്രമേ കൊള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായാലും അവനൊരു കുട്ടിയുടെ അച്ഛനായി. അവള് പറയുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായി. ആ വീട്ടിൽ പോയി താമസിക്കാൻ തയ്യാറായി. അവിടെ ചെന്ന് താമസിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബോധ്യമായല്ലോ. അവിടെ പോയി താമസിക്കാം, നിന്റെ വീട്ടിൽ വന്ന് താമസിക്കാം, ഇപ്പോഴേക്ക് താമസിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതവരെ ഒന്നിച്ച് താമസിപ്പിക്കാൻ നിങ്ങൾ നല്ലൊരു മനസ്സുള്ള ആളാണെങ്കിൽ, ഒരമ്മയായിട്ട് നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു അവരൊന്നിച്ച് താമസിക്കണം, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിന്നെ അഭിമാനത്തിന് ക്ഷതമേക്കുന്ന ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയും പറയില്ല. നമ്മൾ ഒതുങ്ങി കഴിയുക. ഇത് നിങ്ങൾ എൻ്റെ ശല്യമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെന്ന് പറയുക മാത്രമാണ് ഇതിൻ്റെ ഏക പോംവഴി. ശരി, ഞങ്ങൾ മാറി താമസിച്ചോളാം. ശരി, എന്ത് പറയുന്നു ഹരിദാസ്? അതിന്റെ ഒരു നിങ്ങൾ താമസിച്ച് കുഞ്ഞുമായിട്ട് താമസിച്ച കുഞ്ഞിന്റെ അച്ഛനായിട്ട് താമസിക്കാൻ വേണ്ടിയാണോ? ചെല്ലാതിരിക്കാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് വല്ലപ്പോഴും വീട്ടിൽ ചെല്ലാതിരിക്കാൻ. നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നത് ആ പെൺകുട്ടിയുടെ കൂടെ ഭർത്താവും അല്ലെങ്കിൽ അവൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ പാടുള്ളൂ. അസമയത്ത് ചെല്ലുക, ആ വീട്ടില് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ചെല്ലുക, ഇതൊന്നും പാടില്ല. അങ്ങനെയുള്ള വ്യവസ്ഥകൾ വെക്കും. അല്ല, അങ്ങനെ ഈ കുട്ടി അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്, അങ്ങനെ ആ സമയത്ത് ഞങ്ങളിൽ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു ആളിന്റെ വീട്ടിൽ എങ്ങനെ ഈ ഭർത്താവ് വല്ലപ്പോഴും കയറി ചെല്ലും? അല്ലമ്മ, നിങ്ങൾക്ക് ഭർത്താവാണ്, വെല്ലെന്താന്ന് വെച്ചാൽ മതി. അതാണ് എനിക്ക് എല്ലാവാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എല്ലാവല്ല, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും ചെല്ലാം. എനിക്ക് നാട്ടുകാരെ കൂട്ടി ചെല്ലാൻ വില എനിക്ക്. നിങ്ങൾ ആരെ ആൾക്കാരെ കൂട്ടി ഉള്ളപ്പോഴോ നിങ്ങളുടെ ഈ ഭാര്യയും കൂടെ കൊണ്ടോ നിങ്ങളെല്ലാം അങ്ങനെയൊക്കെ പോകുന്നതിന് പ്രശ്നമില്ല. ഇല്ല, എന്തായാലും ഈ ഇങ്ങനെ ഒരു ആരോപണം വന്നത് കൊണ്ടാണ് മിസ്റ്റർ മണിയൻ അങ്ങനെ വന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ എവിടെ ചെന്നാലും അതൊരു ഒരു കാരണം പറയുമ്പോ ഒരു സംഗതി പറയുമ്പോ അതിന് മറുപടി നമ്മൾ പറയണ്ടേ. ഞാൻ ഈ സഭയോട് ഒരു കാര്യം കൂടി ചോദിച്ചോ. ഇപ്പൊ എന്റെ വീട്ടില് ഇപ്പം ഞാൻ താമസിക്കുന്ന പറമ്പിന് ചുറ്റിനും വീടാ. എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നെങ്കിൽ അതിൽ നിന്ന് ഒരാള് പറഞ്ഞാ മതി. ഞങ്ങളുടെ നാട്ടിലുള്ളവര് ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞാ മതി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് പറയേണ്ട ബാധ്യതയില്ല. അതെങ്ങനെ, അതിനൊരു ഉത്തരം പറയാം. അതെങ്ങനെ സ്വന്തം മരുമകള് അമ്മായച്ചനെ പറ്റി അയലക്കത്ത് പറഞ്ഞു നടന്ന് അവര് പറഞ്ഞറിയണോ നമ്മള്? വേണ്ട, അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് പറഞ്ഞിരുന്നെങ്കിൽ, അത് അന്ന് അവര് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കാം, ഉണ്ടായി എങ്കിൽ അത് അങ്ങനെ അവര് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താവും ഇന്നത്തെ അവസ്ഥ? ഇന്ന് ഈ സിറ്റുവേഷൻ അല്ല, ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഇവരുടെ വീട്ടിൽ വെച്ചും ചോദിച്ചതാ ഈ ഒരു കേസ്. എന്താ ഇങ്ങനെ എന്നെ പറ്റി പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാരും ആ പരിസരത്തുള്ള ആൾക്കാരോട് കൂടി ചോദിച്ചതാണ്. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ ഈ പെണ്ണി ചെന്ന് ഒരാളോടെങ്കിലും പറയണ്ടേ? നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് പേടിയാണ്, എന്നെ നശിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ എന്ന് തോന്നിയാൽ ഓടിപ്പോയി പറയണമെന്നുള്ളു. പക്ഷെ ആ പെണ്ണ് അവളുടെ ഭാഗത്ത് വിചാരിച്ച് ഇന്നാണെങ്കിൽ അവൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും. 10 വർഷത്തിന് മുമ്പ് അതിനത്രയ്ക്ക് പ്രായവും പക്വതയും മാത്രമേ ഉള്ളൂ. അത് ഇല്ലായ്മയും വല്ലായ്മയും ഉള്ളൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഭാവന ഇനി നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, അവിടെ ഒരു ശല്യമാവരുത്, ഞാൻ കല്യാണം കഴിച്ച് എന്നെ അയച്ചു, അത്യാവശ്യം പൊന്നും പൈസയൊക്കെ കൊടുത്തയച്ചത്, ഇവിടെ വന്നതൊരു ഇഷ്യൂ ആകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് പുറത്തുള്ള ആൾക്കാരോട് പെട്ടെന്ന് പോയി പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമോ. ഇയാൾക്കൊരു അനിയനോ ചേട്ടനോ ഉണ്ടായിരുന്നു, ആ സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ ധൈര്യമായിട്ട് തുറന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് അത് പറയാൻ പറ്റില്ല, നിങ്ങൾ ആലോചിക്കണം അതിനെക്കുറിച്ച്, അല്ലേ? പറയാൻ പറ്റുമോ? അച്ഛൻ്റെ സ്ഥാനത്തേക്കുന്ന മനുഷ്യൻ്റെ മോശമായ പെരുമാറ്റം വന്നു ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. സ്വന്തം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം വന്ന പെൺകുട്ടികൾ ആജീവനൊന്നും പറയാതെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പറയാത്തത് എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. നമുക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയോ? വേണ്ട, അവരുടെ ജീവിതം ആ കാര്യം. ഒന്നാമത് നോർമലായിട്ട് എല്ലാ മനുഷ്യരെയും പോലെയുള്ള ഒരു ജീവിത രീതി ഉള്ള ഒരു പയ്യനല്ല.
കുറച്ച് മറ്റുള്ളവരിൽ നിന്നൊരു അല്പം പുറകിലാണ്. അവനെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നൊരു കുടുംബം ആവേണ്ടത് നമ്മൾ കല്യാണം കഴിപ്പിച്ച് അയച്ചു. അവർ ജീവിക്കട്ടെ. നിങ്ങളും ഭാര്യ അധ്വാനിക്കാൻ കഴിവുള്ളവരാണ്, നിങ്ങൾ അങ്ങോട്ട് മാറണം. എന്ത് നിങ്ങൾ അന്നേ ചെയ്തിരുന്നുണ്ടെങ്കിൽ 4 നാട്ടുകാരെ വെച്ച് തീർക്കേണ്ട കാര്യമേ ഉള്ളൂ. ഈ വർഷക്കണക്കിന് ഈ കോടതികൾ മുഴുവൻ കയറി ഇറങ്ങി ജയിക്കാൻ വേണ്ടി മത്സരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. കോടതിയിൽ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞതാ. എന്ത് ഈ ഇങ്ങനെ ഞങ്ങൾ മാറി താമസിച്ചുള്ളത് കോടതിക്ക് വെച്ച് പറഞ്ഞു. അല്ല, മാറി താമസിക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ചോദിച്ചു ഇതും പറഞ്ഞ് എന്റെ വീട്ടിൽ എനിക്ക് കയറി ചെല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവോ? അത് നിങ്ങൾ കോടതിയിലെല്ലാം സമ്മതിച്ചു നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ആ പെണ്ണിനെടുത്ത് നിങ്ങൾ ഈ വൈരാഗ്യം കൂടെ വെച്ച് അതിനോട് വേറെ മോശമായിട്ട് പെരുമാറില്ലെന്ന് എന്താണ് അതിനൊരു ഉത്തരവാദിത്വം? എന്താണ് അതിനൊരു ഉറപ്പ്? 7 മാസം വീട്ടിൽ താമസിച്ചിട്ട് ഒരു അത്താഴം മാറി താമസിക്കാത്ത ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ അതൊന്നും പറയല്ല, ഞാനൊന്നും കള്ളമൊന്നും പറയില്ല. നിങ്ങളൊന്നും മാറി താമസിച്ചിട്ടില്ല എന്ന് നമുക്കൊന്നും വെറുതെ പറയരുത്. ഈ മോനെ കൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ആ പെൺകുട്ടി പലതവണ അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ ഈ പെൺകുട്ടി പറയണ മാത്രം ഇങ്ങനെ എല്ലാവരും അംഗീകരിച്ചെന്നാൽ പോലും നിങ്ങൾ മാറി നിന്നിട്ട് നിങ്ങൾ കള്ളം പറയാമോ? നിങ്ങൾ ആദ്യം വന്നപ്പോ പറഞ്ഞു ഞാൻ വേറെ എങ്ങും പോവാത്ത വീട്ടമ്മയാണെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങളൊരു വക്കീല് പറഞ്ഞെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ഇവിടെ സംസാരിക്കരുത്. ഇവിടെ ഒരു കുടുംബത്തിനകത്ത് ഒരു ഹാളിനകത്തിരുന്ന് സംസാരിച്ച് തീർക്കേണ്ടത് പോലുള്ള സ്ഥലമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അല്ല ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോകും. ആരെങ്കിലും ഒരാളീ പോകുന്ന സമയത്താ മറ്റേ ആളിന് ഇത്തരം സ്വഭാവങ്ങൾ പുറത്തു വരുന്നെന്നാ പെണ്ണ് പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മകന് എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളതിന് വല്ല ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. എന്നാ നടത്തിയത്? 22 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയത്. അതെ അതെ, ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. അപ്പൊ അവിടെ കൊണ്ടുചെന്നപ്പോഴത്തേന് പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ഇന്ന് കാണിച്ചാൽ മതി, അവിടെ കാണിക്കുമ്പോൾ ഇത് ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തലച്ചോറിന്റെ വികസനത്തിനാണ് ഞങ്ങൾ പോയത്. അതെ. അപ്പൊ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, തലച്ചോറിന് ഇത്തിരി വളർച്ചക്കുറവുണ്ട്. അതാണ് അവിടെയും കണ്ടത്. കണ്ടപ്പോ പറഞ്ഞു. അപ്പൊ മാനസിക രോഗം ആ മകനില്ല. അതിനല്ലല്ലോ നമ്മൾ ചികിത്സിച്ചത്. തലച്ചോറിന്റെ വികസനത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്തത്. ശരിയല്ലേ? ശരിയാണല്ലോ. അതിനുള്ള സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. അതായത് മറ്റുള്ള മാഡം പറഞ്ഞ പോലെ മറ്റുള്ള ആക്റ്റീവായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ മകന് ചെയ്യാൻ കഴിവില്ല, ഇത്തിരി കഴിവ് കുറവുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ കാര്യങ്ങള്. പക്ഷെ മാനസിക രോഗം ഉണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞ് നാട്ടിൽ ഉണ്ടാക്കുകയാണ്. ഒരു നല്ല മനുഷ്യനെ ഒരു മനുഷ്യനല്ലാത്ത രീതിയിൽ ആക്കി തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ മക്കളെ പറ്റി നമ്മൾ അങ്ങനെ പറയാമോ? ഹാജരാക്കാമോ? നിങ്ങളുടെ കാലശേഷം അയാളുടെ ഒപ്പിന് പോലും ഒരു വിലയില്ലാതെ വരും. ആൾക്ക് ജീവിക്കാൻ ഈ ഒരു വേറെ ആളുടെ സഹായം വേണ്ടി വരില്ലേ? നിയമപരമായിട്ട് ഇനി ആൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. അങ്ങനെ വരില്ലേ? അങ്ങനെ ഒരാളെ ആക്കി തീർത്താൽ വക്കീല് പറഞ്ഞത് പ്രകാരമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശിച്ച പ്രകാരമോ കോടതിയിൽ രേഖ ഹാജരാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അങ്ങനെ അസുഖം ഉണ്ടെന്നാണോ? ശരിയല്ലേ മണി? സംഭവം അത്രയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ മാഡം, അതാണ് കാര്യം. നമ്മൾ ഈ കേസ് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യലല്ല, അത് അദ്ദേഹത്തിന്റെ ഭാവിയെ വരെ ദോഷം ചെയ്തു എന്നുള്ളതാണ്. അതിങ്ങനെ ചെയ്യാനും കാരണമുണ്ട്. ഞാൻ കോടതി ചെന്നപ്പോ ഈ സുജയുടെ വക്കീൽ എന്നോട് പറഞ്ഞു 3 ലക്ഷം രൂപ തരാമെങ്കിൽ ഈ കേസ് ഒതുക്കി തീർക്കാന്ന് പറഞ്ഞു. അപ്പൊ കേസ് 5ാമത്തെ വർഷമായിട്ടുണ്ട്. അപ്പോഴത്തേന് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിച്ചോടുള്ള കാര്യം സാറേ ഞാൻ പറയണം, ഞാൻ അപ്പൊ എനിക്കത് ഭയങ്കര ഒരു സങ്കടമായി പോയി. 3 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ കേസ് ഒതുക്കി തീർക്കാം, കേസിന് പോകണ്ടെന്ന്. അപ്പൊ ഞാൻ ആ വക്കീലിനോട് ചോദിച്ചു ഏതായാലും പൈസ തരാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക, അതിന് ഏത് മാർഗവും സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഈ ഞാനുള്ള സത്യം സത്യമായിട്ട് തന്നെ പറയണത്. ഇവർ രണ്ടുപേരും കുട്ടിയും ഒരുമിച്ച് ഭംഗിയായിട്ട് ജീവിച്ചു പോകണം. അവർക്ക് ഇവരെ കൊണ്ടുപോകാൻ താല്പര്യം കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞത് മാഡം അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 2 വഴിയാണുള്ളത്. ഒന്ന്, അവര് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാം, ആ വീട്ടിൽ അവർക്ക് താമസിക്കാം. അതല്ലെങ്കിൽ മകനെ അവർ കൊണ്ടുപോയി സംരക്ഷിക്കുകയും ജോലിക്ക് വിടുകയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പൊ പറയാത്തൊരു കാര്യം ഞാൻ പറയാം, എന്റെ മകന് ഒരു ദോഷവും വരാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത്. അത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം നമുക്ക് എന്താണ്, കാരണം ഒരു കുഞ്ഞിന്റെ ഭാവി, കുഞ്ഞിന്റെ പഠിത്തവും കുഞ്ഞിന്റെ കാര്യങ്ങളും എല്ലാം ഇപ്പം ബുക്സിന് പോലും ഇപ്പം 2 സ്കൂളിൽ പോവാതെ നിൽക്കുകയാണത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അത് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇയാൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ എല്ലാ രീതിയിലും അയാളെ പ്രോത്സാഹിപ്പിച്ച് ജോലിക്ക് അയച്ച് ആ രീതിയിൽ താമസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, അതും അവർ സമ്മതിച്ചു. നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കുന്നതിൽ സിജുവിന് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും, അതായത് നിങ്ങൾക്കെന്നല്ല നിങ്ങളുടെ കുഞ്ഞിന് അവകാശപ്പെട്ടതാണ് ആ വീടും, അല്ലേ?
അവിടെ നിങ്ങൾ താമസിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർ മാറി താമസിക്കാമെന്ന് പറയുന്നു. വേണ്ട, അവർ പാടുപെട്ട് ലോൺ എടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അവിടുന്ന് അവരെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ അവിടെ കയറി താമസിച്ചു എന്നുള്ള ചീത്ത പേര് ആ പ്രദേശത്ത് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ മകനെയും കൊണ്ട് സിജുവിനെയും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുക. ഹരിദാസ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അയാൾക്ക് പറ്റിയൊരു ജോലി ഇപ്പം അയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നേരത്തെ കണ്ടതുപോലെയല്ല. ഇത്രയും പ്രശ്നങ്ങളും കോടതിയൊക്കെ കണ്ടായാലും ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സ്നേഹമായിട്ട് അയാളെ ജോലിക്ക് അയക്കുക. നിങ്ങളും ജോലിക്ക് പോവുക. കുഞ്ഞ് വളരട്ടെ. കുറച്ചുകൂടെ കഴിഞ്ഞ് എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കാം നമുക്ക്. പണിക്ക് പോകുന്ന കാര്യമൊക്കെ മേഡം തന്നെ ചോദിച്ചൊക്കെ അതൊക്കെ ശരിയാക്കാം. അതല്ല അതിനിപ്പോ ഇന്ന് ഇവിടുന്ന് എല്ലാം ചെയ്തു പോകും. നാളെ നേരം വിളിക്കുമ്പോ പറയാം ഞാൻ അച്ഛനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പോയാൽ പിന്നെ അച്ഛൻ ഇങ്ങനെ അതായത് സൂര്യ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ഈ പയ്യൻ ഈ അദ്ദേഹം അങ്ങനെ അങ്ങോട്ട് ആയതല്ല. ആ അമ്മ പ്രസവിച്ച് വളർത്തിയതാണ്. ആ അച്ഛന് ആ അമ്മയിൽ നിന്ന് ജനിച്ച മകനാണ്. കാണാൻ പോകണ്ടെന്നല്ല, കാണാൻ പോകണ്ടെന്ന് തന്നെയല്ല. അവര് ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. സുജയുടെ അച്ഛന്റെയോ അമ്മയുടെയോ സംരക്ഷണം പോലെ തന്നെ ഈ അച്ഛനും അമ്മയും സംരക്ഷിക്കപ്പെടണ്ടേ? അത് അവരങ്ങോട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. സുജ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അവര് ഇറങ്ങിത്തരാന്നാ പറയണേ. അവരുടെ വീട്ടിൽ നിന്ന് അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ലോൺ എടുത്തും കഷ്ടപ്പെട്ട് പണിയെടുത്തും ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിത്തരാമെന്ന് പറയുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? ആ മകന് വേണ്ടിയിട്ടാണ്. ആ മകനെ നോക്കി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരെ വിവാഹം കഴിച്ചത്. പിന്നെന്താ? ഇവിടെ ഒന്ന് താമസിക്കട്ടെ, എല്ലാം എന്റെ സൗകര്യത്തിന്. അതും നടക്കണ കാര്യമല്ല. അവിടെ അച്ഛനെ കഷ്ടപ്പെട്ട വീടാണ്. അച്ഛൻ കയറി വരുമ്പോഴത്തേക്കും കയറി വരണ്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാ പറഞ്ഞത് അവിടെ താമസിക്കണം എന്നല്ല പറഞ്ഞത്. അവരവിടെ ആ വീട്ടിൽ താമസിക്കട്ടെ. അവരാ വീട്ടിൽ താമസിക്കട്ടെ. അവരെ ഇറക്കി വിട്ടോണ്ട് മാഡം പറഞ്ഞ പോലെ ഒരാളെ വീട്ടിൽ നിന്ന് വയസ്സായ 2 ജന്മങ്ങളെ ഇറക്കി വിട്ടിട്ട് അല്ല നിങ്ങൾ അവിടെ താമസിക്കേണ്ടത്. വേണ്ട, ഞാൻ പറഞ്ഞ എന്താ അവര് അവിടെ വീട്ടിൽ താമസിക്കുമ്പോഴും ഇദ്ദേഹത്തിനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അവർക്ക് ബോധ്യം വരണമെന്ന്. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ മകളുടെ കുട്ടിക്ക് വേണ്ടി 5000 രൂപ ആ അമ്മ ഇത്രയും പ്രായത്തിൽ ഉണ്ടാക്കി സ്വരുക്കുട്ടി വെച്ചു കൊടുത്തു. അതുപോലെ നിങ്ങൾക്ക് ഒരു 1000 രൂപ തരണമെന്ന് തോന്നിയാൽ അത് തരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോ. ബന്ധം വഷളായിരിക്കല്ലേ? അതിപ്പോ മകനല്ലേ ചിന്തിക്കേണ്ടത്. അതല്ല, മകൻ മകനോട് ചോദിച്ചു. മകൻ ഇപ്പോഴും വീട്ടിൽ വന്നു. മകൻ ഇന്ന് വന്ന സമയത്ത് ആരും വീട്ടിൽ ഒരാൾ ഉപദ്രവിക്കുകയും ചെയ്തിട്ടില്ല. എന്റെ അച്ഛൻ ഇപ്പൊ അല്ല അമ്മ മരിച്ചത്. എന്റെ അച്ഛനായാലും അമ്മയായാലും ഈ ആളെ പിന്നെ അച്ഛൻ പറയുന്നത് ഞങ്ങള് കൊണ്ടുപോയി മകനെ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പലതും പറഞ്ഞു കാണും. ഈ കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളിൽ ബന്ധങ്ങളെല്ലാം നല്ലപോലെ നോക്കുകയും ചെയ്യും. അതെ, നിങ്ങൾ നല്ലോണം നോക്കും. അയാൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാലക്ഷ്മിക്ക് അച്ഛനും വേണം അമ്മയും വേണം. ഇനി ആ കുട്ടിയുടെ എല്ലാ ജന്മം മുഴുവനും ഇയാളല്ലേ അച്ഛൻ, വേറെ പറയാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ, നിങ്ങൾക്ക് താല്പര്യം. എന്ത് പറയുന്നു ഹരിദാസ്? വന്ന് നിൽക്കട്ടെ. നിങ്ങൾ കുറച്ച് സ്നേഹമായിട്ടും അയാളുടെ സ്വഭാവം അറിഞ്ഞിട്ട് അതിനുവേണ്ടി മെനക്കെട്ട് അയാളെ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് ജോലിക്ക് അയക്കുകയും വരികയും ചെയ്യണം. അതിനുവേണ്ടി മെനക്കെടണം. ചിലപ്പോ ഒരു പ്രാവശ്യം അച്ഛൻ്റെ വീട്ടിൽ പോയെന്നിരിക്കും, വന്നെന്നിരിക്കും, അല്ലല്ല പോവോ വരുവൊക്കെ ചെയ്തെന്നിരിക്കും. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം അയാൾ സാധാരണക്കാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാണ്, അല്ലേ? കുറച്ച് വ്യത്യാസമുള്ള ഒരാളാണ്. അച്ഛൻ്റെ അമ്മയുടെയും ചിറകിൽ ജീവിച്ച ഒരാളാണ്. അതിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പം പെട്ടെന്ന് ചില കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ നമുക്കൊരു സുരക്ഷ ഉണ്ടോയെന്ന് തോന്നും. അതിൽ നിന്ന് മാറ്റിയെടുത്ത് സ്നേഹം കൊണ്ടും നിങ്ങളുടെ പ്രാപ്തിയും ധൈര്യവും കൊണ്ട് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ശരിയാവും. മറ്റൊരു കാര്യം കൂടിയുള്ളത് മാഡം, ആ അച്ഛനും അമ്മയും ഇദ്ദേഹം കാണുന്ന പോലെ തന്നെ നിങ്ങളും പോയി സംരക്ഷിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് പോയി ഒന്ന് എന്തെങ്കിലും കൊണ്ടുകൊടുത്തു, ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുകൊടുത്ത് നിങ്ങൾ തിരിച്ചു പോന്നോളൂ. ആ ബന്ധം അവർക്കും വലിയ ആശ്വാസമാവും. അത് വയസ്സായവരാണ് അവര്, നിങ്ങളുടെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് അവരും. അതുവരെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇദ്ദേഹം നോക്കി സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അവർക്ക് കൊടുക്കണം. അല്ലാണ്ട് എനിക്കെല്ലാം വേണം, എനിക്ക് മാത്രം എല്ലാം വേണം, നിങ്ങൾക്കൊന്നും പാടില്ല എന്ന് പറയുന്ന രീതി ശരിയല്ല. ഇത് നമ്മൾ തീർപ്പാക്കട്ടെ, ഇങ്ങനെ അങ്ങ് തീർപ്പാക്കാം സാർ. പരാതിക്കാരി തൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും എതിരായി കൈരളി TV-യിലെ ജീവിതം സാക്ഷി എന്ന പരിപാടിയിലെ ലോക അദാലത്ത് മുമ്പാകെ ബോധിപ്പിച്ച പരാതി താഴെ പറയും പ്രകാരം ഇരു കൂട്ടരെയും യോജിച്ച് ഒത്തുതീർപ്പാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം ഈ ലോകാദാലത്ത് മുമ്പാകെ പരാതിക്കാരി സുജയും മേപ്രിയാളുടെ സഹോദരൻ ഹരിദാസും എതിർകക്ഷി സിജുവിൻ്റെ മാതാപിതാക്കളും നേരിട്ട് ഹാജരായിട്ടുള്ളതാണ്.
മേൽ പരാതിക്കാരിയോടൊത്ത് മേപ്പിളിയാളുടെ വീട്ടിലേക്ക് മേപ്പിളിയാളുടെ ഭർത്താവ് സിജു പോയിക്കൊള്ളാമെന്നും അത്തരത്തിൽ ഭർത്താവിനെ പരാതിക്കാരി സുജ കൊണ്ടുപോയിക്കൊള്ളാമെന്നും ഇരുകൂട്ടരും സുമനസാലെ സമ്മതിച്ചിരിക്കുന്നു. തുടർന്ന് സിജു ഭാര്യയോടും കുട്ടിയോടും ഒന്നിച്ച് കുടുംബമായി സുജയുടെ വീട്ടിൽ ജീവിച്ചു കൊള്ളാമെന്നും ഇരുകൂട്ടരും സമ്മതിച്ചിരിക്കുന്നു. ഈ വരുന്ന 16/6/2016 തീയതിക്കകം സുജയും മേപ്പിളിയാളുടെ സഹോദരൻ ഹരിദാസും ചേർന്ന് സിജുവിനെ മേപ്പിളിയാൽ ഇപ്പോൾ താമസിക്കുന്ന ചെമ്പൂരിലുള്ള വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പാണാവള്ളിയിലുള്ള സുജയുടെ വീട്ടിൽ താമസിപ്പിച്ചു കൊള്ളാമെന്നും മേൽപ്പറഞ്ഞ വിധം ഇരുകൂട്ടരും കുടുംബജീവിതം നയിച്ചു കൊള്ളാമെന്നും ഇരുകൂട്ടരും സുമനസാലെ പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു. അപ്പം സിജുവും സുജയും നിങ്ങൾ ഇടയ്ക്ക് സിജുവിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യണം. കുട്ടിയായിട്ട് വേണം പോകാൻ. കാരണം ഈ 9 വയസ്സ് വരെ കുട്ടിക്ക് ഫാമിലി ബോണ്ടിങ് എന്താണെന്ന് അറിയില്ല. അമ്മയുടെ കൂടെ അമ്മാവന്റെ കൂടെ മാത്രമേ അവള് ജീവിച്ചിട്ടുള്ളൂ. ഫാമിലിയുടെ ഒരു ബോണ്ടിങ്, ഒരു ശക്തി എന്താന്ന് നമുക്ക് അറിയില്ല. അപ്പം നിങ്ങൾ പ്രായമായ അവരുടെ വല്യപ്പനെയും വല്യമ്മയുടെ ഒക്കെ അടുത്ത് കൊണ്ടുപോവുകയും അവരുടെ പെങ്ങളൊക്കെ ഇല്ലേ, അപ്പച്ചിയൊക്കെ ഇല്ലേ, അപ്പം അവർക്ക് മക്കളുണ്ട്. അപ്പം അവർ കുട്ടി തിരിച്ചറിയുകയാണ് എനിക്കിങ്ങനെയും സഹോദരങ്ങളുണ്ട്, എനിക്കിങ്ങനെയും ബന്ധുക്കളുണ്ട് എന്നൊക്കെയുള്ള അറിയുമ്പോൾ കുട്ടിക്ക് ആത്മവിശ്വാസം കൂടും. അപ്പൊ ഇപ്പൊ കുഞ്ഞെന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാ, അല്ല ആരും ഇല്ല എന്നൊരു തോന്നല. അപ്പൊ ഈ ബന്ധുബലം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പേഴ്സണാലിറ്റിക്ക് ഒരു ഉണർവ് കിട്ടും. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇടയ്ക്ക് നിങ്ങൾ അവരാണെങ്കിലും പ്രായമായ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഇവരിവിടെ താമസിക്കുന്നത്. അപ്പൊ കുഞ്ഞുമകൾക്ക് പലഹാരപ്പൊതിയൊക്കെ ആയിട്ട് നിങ്ങളും ഇടയ്ക്ക് ഇവിടെ വരണം. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ അങ്ങ് തണുക്കും. അപ്പൊ അത് നിങ്ങളും ചെയ്യണം. സിജുവിന് വേണ്ട ധൈര്യം അത് സുജ കൊടുക്കണം. ഒരിക്കലും കുറ്റപ്പെടുത്തലുകൾ ഇനി വേണ്ട. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പോരായ്മ എന്താന്ന്. അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ വീടിനകത്ത് പെരുമാറുക. അപ്പം മുമ്പ് പറഞ്ഞ നേരാണോ നുണയാണോ ഒന്നും എനിക്കറിയില്ല. മാറി കിടക്കുക. നമ്മൾ ഒരിക്കലും പറയുന്ന പൊതുവെ നമ്മളൊരു ആഫ്റ്റർ മാരേജിന് നമ്മൾ പറയുന്നതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തീരുമാനിക്കുന്നത് അങ്ങനെ ഉണ്ടായോ ഇല്ലേ അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഉണ്ടാകാം, ഇല്ലായിരിക്കാം. നമ്മൾ ഒരിക്കലും പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും കലഹങ്ങൾ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മാറിക്കിടക്കാതിരിക്കുക. അല്ല, ഞാൻ പറയുവാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താന്ന് എനിക്കറിയില്ല. ഒരിക്കലും മാറിക്കിടക്കാതിരിക്കുക. അതൊരു ഒരു അകലം കൂട്ടുക ചെയ്യുന്നത്. അത് ചെയ്യാതിരിക്കുക. എന്തായാലും ഐശ്വര്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറ്റവും അവസാനം ഷീന പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. 6ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞ് പഠിക്കുമ്പോൾ നമ്മളും കൂടെ പഠിക്കാം. അതിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ. സിജു സ്കൂളിലൊക്കെ പോകണം കേട്ടോ. കുഞ്ഞിൻ്റെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കണം. കുഞ്ഞ് എന്താ പഠിക്കുന്നതെന്നൊക്കെ അറിയണം. നമ്മൾ പഠിച്ചിരിക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഒരു ഡോക്ടറുമായിട്ട് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കണം. നമ്മളൊരുമിച്ച് സ്നേഹമായിട്ട് ഒരു മുറിയിൽ ഒന്നിച്ച് കഴിഞ്ഞതുകൊണ്ട് വീണ്ടും അടുത്തൊരു കുട്ടി ഉണ്ടാകും, അതൊരു ബാധ്യതയാകും എന്നുള്ളൊക്കെ അബദ്ധ ധാരണകൾ മാറ്റുക. സ്നേഹം പങ്കുവെക്കുന്നതിന് ഇതൊന്നും ഒരു ഉപാധിയല്ല. മനസ്സിലായില്ലേ? അത് കൂടുതൽ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല. ഷീന ഒരു പരിധിവരെ പറഞ്ഞു, ഞാൻ അല്ലാതെ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് പലപ്പോഴും ഭർത്താവിനെ അവഗണിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം 4 ദിവസം താമസിച്ച വീട്ടിൽ നിന്ന് പോകാൻ തന്നെ അതൊരു കാരണമായി. നമ്മൾ അതിലേക്ക് കൂടുതൽ കടന്നില്ലെങ്കിൽ പോലും പറയുകയാണ്, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒന്നിച്ച് താമസിക്കണം. പിന്നെ ഒരു കുഞ്ഞ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് ഭർത്താവ് പുറത്തുപോയി കിടക്കണമെന്നോ അയാളുടെ വീട്ടിൽ പോകണമെന്നുള്ളൊരു മാർഗമല്ല. അത് ഇപ്പം കുറെ കൂടെ മെച്ചുവേർഡായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ആ കുഞ്ഞിന് നല്ലൊരു ഒരു ആത്മവിശ്വാസം കൊടുക്കണം. ഓക്കെ. എന്തായാലും കോടതികളിൽ കുറച്ച് വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും കലഹിക്കുകയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് കോടതി വിധി വന്നു. പല വക്കീലന്മാരെയും കാണുന്നു, പലതും സംസാരിക്കുന്നു. ഉള്ളതും ഇല്ലാത്തതുമായ നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ കോടതിയിൽ പെട്ടെന്ന് കേട്ട് ഞെട്ടുക. ഇത്തരം നാടകീയമായ പല സംഭവങ്ങൾക്കും ശേഷം ആണ് ജീവിതം സാക്ഷിയിലെ ഈ ലോക അദാലത്തിൽ ഈ കുടുംബങ്ങൾ വന്ന് എത്തിപ്പെടുന്നത്. എന്തായാലും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. വളരെ വിദഗ്ധരായ പാനൽ, അവർക്ക് വേണ്ട നിയമപരമായിട്ട് നടന്ന കാര്യങ്ങൾ പറ്റിയ
പാളിച്ചകൾ എന്നുള്ളതല്ല, എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി ഭാര്യയും ഭർത്താവും കുഞ്ഞും ഒരുമിച്ച് താമസിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അവർ അതിന് മുൻപ് തന്നെ സുജയ്ക്കും നമ്മുടെ സിജുവിനും അവരുടെ കുടുംബത്തിനും പിന്നെ സഹോദരനും പിന്നെ സുജയുടെ അച്ഛനും എല്ലാവർക്കും താല്പര്യം ഒരുമിച്ച് താമസിക്കണമെന്നാണ്. പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളുടെ പേരിലുള്ള ഈഗോ പ്രശ്നം, അതെല്ലാം ഇവിടെ അവസാനിച്ചു. ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് സീതാലക്ഷ്മി പഠിക്കുന്ന സ്കൂളിൽ ഒത്തിരി ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും. അതുപോലെ തന്നെ സുജ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. നല്ലവരായ നാട്ടുകാരോടൊക്കെ ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനി അങ്ങോട്ടും അവരോടുള്ള ശ്രദ്ധയും ആ ഒരു പരിഗണനയും തുടരട്ടെ. കാരണം സാധാരണക്കാരിൽ നിന്നും ഒരല്പം പുറകിലാണ് സിജു എന്നുള്ളത് കൊണ്ട് ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സിജുവിനെയാണ്. സിജുവിനെ ഒരു നല്ല നിങ്ങൾക്കൊപ്പം ഉള്ള ഒരാളായിട്ട് കൊണ്ടുവരിക, ഒരു നല്ല കുടുംബനാഥനായിട്ട് സിജുവിനെ കൊണ്ടുവരാൻ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്കും കൂടെ കഴിയണം. ഒരു വലിയ സഹായമാവും, ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയൊരു സഹായമാവും. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.